Chennai Super Kings versus Rajasthan Royals. So, Chennai Super Kings in the കഷ്ടപ്പെട്ട് ചത്ത ഫാനാണ്, ഡൈ ഹാർഡ് ഫാൻ. അതുകൊണ്ട് തന്നെ 7 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും തീർത്ത് ടിവിയുടെ മുന്നിൽ കുത്തിയിരിക്കാൻ തുടങ്ങി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആദ്യത്തെ കളി നക്കിയ കളി. എന്തൊക്കെ ആയിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ല്, പൊട്ടന് ലോട്ടറി, ആട്ടം ബോംബ്. ചേട്ടൻ വന്നല്ലോ, ചേട്ട ചെയ്യാൻ വന്നല്ലോ, കുറ്റിയും തെറിച്ച് പോയല്ലോ. ഫസ്റ്റ് കളിയാണ്. സഞ്ജു ചേട്ടനെ അങ്ങനെ ആരും കുറ്റം പറയരുത്. പക്ഷെ കുറ്റി തെറിക്കല് വല്ലാത്ത തെറിക്കലായിരുന്നു. തൊട്ടപ്പുറത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഋതു അണ്ണ 11 ബോളിൽ 6 റണ്ണ. ഇതെന്തത് ടെസ്റ്റോ? അത് ഈ പവർ പ്ലേയിൽ ഇങ്ങനെ ടക്ക് കളിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റ് എക്സ്ട്രാ തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ചെന്നൈ സൂപ്പർ കിങ്സ് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒപ്പം ഫൈനലിൽ ജയിച്ച ആ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം സകലമാന എല്ലാ സീസണിലും പവർ പ്ലേയിൽ ടക്ക് ദ്രാവിഡിനോ VVS ലക്ഷ്മണോ പഠിക്കുന്ന പോലെയാണ്. എത്ര കോമ്പിനേഷൻ നോക്കി. എന്നാൽ ഈ 2 ടക്കും ടൊക്കും കുത്തി തെറിപ്പിച്ച് പോയപ്പോ ഒരു പാർട്ട്ണർഷിപ്പ് പറയുന്ന സാധനത്തിന് നോക്കാൻ ഒരുത്തനും വയ്യ. ഇതെന്തോ മറ്റേ കളി കഴിഞ്ഞ ശേഷം ടെന്നീസ് ബോളിൽ 6 ചാലഞ്ച് ഉണ്ടാവില്ലേ, ഏറ്റവും കൂടുതൽ മീറ്റർ 6 അടിച്ചത് ആരാണ്? അതേപോലെയാണ്. വരുന്നു, അടിക്കാൻ നോക്കണു, പോണു, വരുന്നു, അടിക്കാൻ നോക്കണു, പോണു. എനിക്ക് ബാക്കിയുള്ള എല്ലാത്തിനോടും ഞാൻ ക്ഷമിക്കും. ശിവൻ ദൂബെ ആകെ 5 വിക്കറ്റ് പോയി ഓൾറെഡി. ആ മറ്റേ ചെക്കൻ പയ്യനുണ്ട്, എന്താണ്, കാർത്തിക്. ആ പയ്യന്റെ ഒപ്പം നല്ലൊരു പാർട്ട്ണർഷിപ്പിന് നോക്കാതെ ഫസ്റ്റ് ബോൾ ജഡേജയുടെ 6, അടുത്ത 2 ബോൾ ആള് ബീറ്റനായി, 4ാമത്തെ ബോൾ 6 അടിക്കാൻ നോക്കി ഔട്ട് ആയിരിക്കുക. അവിടെ 5 വിക്കറ്റ് പോയിരിക്കുന്ന സമയത്ത് എന്നടാ പണി വെച്ചിരിക്കുക. ഇവര് വലിയ 6 ചാമ്യാണ്, 7 ചാമ്യാണ്, മറ്റേ ചിയാൻ വിക്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറച്ചില് മാത്രമേ ഉള്ളൂ. ഹീസ് ജസ്റ്റ് ഫ്ലൂക്ക്. ആൾക്ക് പ്രോപ്പർ ആയിട്ട് ഷോർട്ട് ബോൾ കളിക്കാൻ അറിയില്ല. ബൗൺസറിൽ ആള് ബീറ്റനാവും. അതേപോലെ തന്നെ സ്ലോ ബോൾസ് ആൾക്ക് പിക്ക് ചെയ്യാൻ അറിയില്ല, അതിലാള് ബീറ്റനാവും. വല്ലപ്പോഴും തെങ്ങിന് തേങ്ങ വീണ പോലെ ഏതെങ്കിലും ഒരു സ്പിന്നറെ കിട്ടും, അടിച്ച് 4 6 അടിക്കും, കാര്യം കഴിഞ്ഞു. അപ്പോഴേക്ക് 6 ചാമ്യായി, 10 ചാമ്യായി. ആ ജാമി ഓവർ 10 ഒക്കെ ഉള്ളതുകൊണ്ട് 100 കടന്നു, അല്ലെങ്കിൽ നാണം കെട്ട് പോയനെ. സർഫറാസ് ഖാൻ നന്നായി കളിച്ചിട്ടുണ്ടെങ്കിലും ആളും ഇതന്നെയാണ്, പാർട്ട്ണർഷിപ്പിന് നോക്കുന്നില്ല. വരിക, 6 അടിക്കുക. അതെന്താ 6 സിറ്റിംഗ് ചാലഞ്ചോ? അതിന് ഇവര് കളിച്ച പിച്ചും രാജസ്ഥാൻ കളിച്ച പിച്ചും തമ്മിൽ വ്യത്യാസമുണ്ടോ? ആരെങ്കിലും ആ ചെറുക്കനെ പിടിച്ചൊന്ന് നിർത്തി കെട്ടിയിട്ട്. വൈഭവ് സൂര്യവംശി മനെ, ഇത് വീഡിയോ ഗെയിം അല്ല, വലിയൊരു ടീമിന്റെ ഒപ്പമാണ് നീ കളിക്കണം എന്നുള്ള ബോധം വേണം. 5 ബോൾ 50. അപ്പൊ ആ ചെറുക്കനെ അടിക്കാൻ പറ്റുന്നില്ല, നിനക്കൊക്കെ എന്താ അടിക്കാൻ പറ്റാത്തത്? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പവർ പ്ലേ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാത്ത. എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. എത്ര കോമ്പിനേഷൻ നോക്കി. ഇവൻ സാം കറിനെ വരെ പല പൊസിഷനിലും കളിപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെ. എന്നിട്ട് മറ്റേ ആയുഷ് മാത്രയും ഊർവിൽ പട്ടേലും വന്നതിന് ശേഷമാണ് പിന്നെയും റൺസ് വരാൻ തുടങ്ങിയത്. ബ്രെവിസ് ഒക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം. ബ്രെവിസ് ഇല്ല, ബ്രെവിസിന് പരിക്ക്, 2-3 കളിയില്ല. 5+2 = 7. തല ഫോർ എ റീസൺ. അണ്ണൻ 2-3 ആഴ്ചയില്ല. പത്തിരാനെ ഒഴിവാക്കിയപ്പോ നത്താൻ എലിസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട വിചാരിച്ചിരുന്നു. ഡെത്ത് ഓവർ ഒക്കെ അണ്ണൻ ചെയ്തോളും വിചാരിക്കുന്നു. അണ്ണൻ IPL പുറത്തായി. എന്നിട്ട് റീപ്ലേസ്മെന്റ് എടുത്ത് സ്പെൻസർ ജോൺസൺ എത്രയാണ്, ഏപ്രിൽ പകുതിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. എന്നാ പിന്നെ എന്തിനാണ് അവ എടുത്തത്? ഈ ബോളിംഗ് യൂണിറ്റ് കണ്ടോ? മാറ്റ് ഹെൻറിയൊക്കെ അടിച്ചു വിട്ട ചെക്കൻ പപ്പട ചെണ്ടയാക്കി വിട്ടിട്ടുണ്ട്. പിന്നെ മറ്റേ ഖലീൽ അഹമ്മദ്, ഹി വാസ് നൈസ്. ബാക്കി എല്ലാത്തിനും കിട്ടി. നൂർ അഹമ്മദ് ആയിരിക്കും ഇതിലത്തെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന് പറഞ്ഞ കുറെ എണ്ണങ്ങളുണ്ട്. അടിച്ചു വിട്ട ചെറുക്കൻ. ഈ ഋതു സഞ്ജു സാംസൺ കോംബോ ഇവർ എടുത്തിരിക്കുന്നത് തന്നെ, ഒരാള് ഭയങ്കര ഹാർഡ് ഹിറ്ററും മറ്റാള് ക്ലാസിക് പ്ലെയർ പറഞ്ഞിട്ടാണ്. ഇങ്ങനെ 11 ബോളിൽ 5 എന്നൊക്കെയുള്ള രീതിയിലാണ് ക്ലാസിക് ഹിറ്റർ വെച്ചാൽ നന്നായിണ്ട്. അജിങ്ക്യ രഹാനെ ഇന്നലെ KKR വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് കളി കണ്ടവർക്ക് അറിയാം. ആള് ക്ലാസിക് ആയിട്ടാ കളിക്കുക, പക്ഷെ ആള് നല്ലോണം റൺ എടുക്കുന്നുണ്ട് ഈ പവർ പ്ലേയില്. അതിനുശേഷം ഒന്ന് സ്ലോ ആയി, പക്ഷെ പവർ പ്ലേയിൽ ഹി വാസ് ടു ഗുഡ്. അങ്ങനെ കളിക്കണം. ഈ ഋതുരാജ് CSKയിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള സീസൺസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആൾ അന്നൊക്കെ അടിപൊളിയെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആളുടെ സ്ട്രൈക്ക് റേറ്റും കൂടുതലായിരുന്നു. എന്ന് ഈ ക്യാപ്റ്റൻസി പണ്ടാരം മണ്ടയിൽ വെച്ച് കൊടുത്തോ അന്ന് ടൊക്ക് ടിക്ക് മക്ക്. ആൻഡ് ഈ ഋതുരാജിന് ചാൻസ് കൊടുക്കുന്നില്ല, ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ ചാൻസ് കൊടുക്കും? വല്ലപ്പോഴും ആണ്ടിലെ അമാവാസിക്കാണ് അണ്ണൻ ഒന്ന് ക്ലിക്ക് ആവണത്. സോ അങ്ങനെ ആദ്യത്തെ കളി നന്നായി നക്കി തോറ്റുണ്ട്. ഇനി ഇതേ രീതിയിലാണ് വരും കളി. ഒരാളെ പറ്റി പറയാൻ വിട്ടു, ഷോട്ട്. ഈ ഓസ്ട്രേലിയത്തെ ദുരന്തർ ആണോ ഷോട്ട്? അല്ല, അറിയാൻ ചോദിക്കുന്നു. ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ കളിക്കുക പോലും തോന്നിയില്ല. ആളും കൊടുത്തു, കൈക്ക് തന്നെ ഒന്ന് പോയി.
സി മറ്റേ ഫിൻ ആലനെയൊക്കെ സൈൻ ചെയ്യേണ്ട അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ഓരോ മക്ക് ഡൊക്കിനൊക്കെ സൈൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവസാനം അടിവാര ടീമായിട്ട് കിടക്കും. മിക്കവാറും ഈ സീസണിൽ അടിവാര ടീം തന്നെ ആയിരിക്കും. അറിയില്ല ഇനിയിപ്പോ ഡെവാൽ ബ്രെവിസ് തിരിച്ചു വരുമ്പോ കളി മാറുന്ന, അല്ലെങ്കിൽ ധോണി വരുമ്പോ കളി മാറുന്നൊക്കെ വിചാരിക്കാം. എന്തായാലും ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് ക്ഷമിച്ചു വിട്ടിരിക്കുന്നു. അടുത്ത മാച്ചിൽ നന്നായി കളിക്കും.